1992 എൻ്റെ വിവാഹ സമയത്താണ് ഞാൻ വിജയനെ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം കൽക്കട്ടയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയുകയുണ്ടായി. അത്രയും രസകരമായൊരു കാലഘട്ടമായിരുന്നു അതെന്നാണ് എൻ്റെ ഓർമ്മയിൽ. അത് വിജയന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് കൽക്കട്ടയിൽ സത്യേട്ടൻ വിജയൻ്റെ അടുത്ത് ഒരുപാട് സ്ട്രിക്റ്റായിട്ടാണ് പെരുമാറിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യേട്ടൻ വിജയൻ്റെ ഫുട്ബോൾ ജീവിതത്തിലും അല്ലാതെയും എന്തുമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് വിജയന് പറയാൻ കഴിയുമോ? പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഫുട്ബോളിനോട്, അതായത് ഫുട്ബോൾ കളിയോട് വിജയൻ എന്തുമാത്രം നീതി പുലർത്തിയിട്ടുണ്ട്? സത്യൻ, നിങ്ങളെയൊക്കെ ഒരുമിച്ച് കാണാൻ ആഗ്രഹിക്കുന്നു. ചേട്ടൻ്റെ കൂടെ കളിച്ചിട്ടുള്ള കേരള പോലീസിൽ 17 വയസ്സിൽ ചെല്ലുമ്പോൾ ചേട്ടൻ മർദ്ദക്ക് കളിക്കാൻ പോയിട്ട് സത്യേട്ടൻ ഞാൻ കാണാൻ കൊതിച്ചിരുന്ന ഒരാളാണ് സത്യേട്ടൻ. അന്ന് ഇന്ത്യൻ ടീമിൽ ആകെ ഒരു മലയാളികൾ മർദ്ദക്ക് കളിക്കാൻ പോയത് സത്യേട്ടനായിരുന്നു. തിരിച്ചു വന്നപ്പോൾ 17 വയസ്സിൽ തൊട്ട് ചേട്ടൻ റിട്ടയർഡ് ആവണ വരെ ചേട്ടൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ. കാരണം കേരള പോലീസിൽ കളിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അധികം കളിക്കുന്ന ഇന്ത്യൻ ടീമിലാണ്. ഇന്ത്യൻ ടീമിൽ എപ്പോഴും ഏറ്റവും അധികം ഇന്ത്യൻ ടീമിൽ ക്യാപ്റ്റൻസി ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സത്യേട്ടനായിരിക്കും. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ സത്യേട്ടൻ ക്യാപ്റ്റൻ ആവണം, ഞാൻ വൈസ് ക്യാപ്റ്റൻ ആവണം. സത്യേട്ടനെ പറഞ്ഞത് ക്യാപ്റ്റൻസി ഒഴിവാകുമോ, എന്നിട്ട് വേണം എനിക്കൊന്ന് ക്യാപ്റ്റൻസി ചെയ്യാൻ. അത്രയധികം ക്യാപ്റ്റൻസി ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്നെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻ ബാൻഡിൽ 2ാമത്തെ കൊല്ലം ഞാൻ സത്യേട്ടനും കൂടിയിട്ട് പോകുന്നത്. അപ്പോൾ സത്യേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയം. അപ്പോൾ ചേച്ചിയും ഞാനും ചേട്ടനാണ് ഒരു വീട്ടിൽ നിന്ന് ഉറങ്ങുന്നത്. ആ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ടുള്ള ലൈഫായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും കൽക്കട്ടയിൽ ഇത്രയധികം എൻജോയ് ചെയ്തിട്ടില്ല. കാരണം എന്നെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ട്. കാരണം ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത്, കാരണം ഞാൻ 2ാമത്തെ കൊല്ലമാണ്. ചേച്ചി ചോദിക്കുന്നുണ്ട്, കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ട് വിജയനെ. തീർച്ചയായിട്ടും എന്നെ കുറേ പഠിപ്പിക്കാനൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് നടന്നിട്ടൊന്നുമില്ല. ചേച്ചി നല്ല പഠിപ്പുള്ള. അപ്പോൾ എന്നെ കുറേ പഠിപ്പിക്കാൻ തോന്നുന്നുണ്ട്. എന്ത് ചേച്ചി എന്നെ തോറ്റുപോയിട്ടുണ്ട്. എൻ്റെ ടീച്ചർക്ക് പറ്റിയില്ല, പിന്നെ ചേച്ചിക്ക് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് സത്യേട്ടൻ എന്നെ അത്രയധികം, സാറിന് സത്യേട്ടൻ പണ്ട് പോയി കളിച്ചിട്ടുള്ള അവിടെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു കൊല്ലം ചെറുപ്പത്തിൽ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വന്നത്. സത്യേട്ടൻ അതിന് മുന്നേ മോമഡൻസിൽ പോയിട്ടുള്ള. അപ്പോൾ ഭയങ്കര, പിന്നെ ഇന്ത്യ കളിച്ചിട്ടൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്. അപ്പം എന്നെ കറക്റ്റ് കൽക്കട്ടയിൽ കറക്റ്റ് ഗൈഡ് ചെയ്ത് കൊണ്ടുവരുന്നത് സത്യേട്ടനായിരുന്നു അവിടെ. സത്യേട്ടൻ്റെ ഏറ്റവും എനിക്കുള്ള ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ സത്യേട്ടൻ ഇത്രയധികം പന്ത് കളിച്ചിട്ട് സത്യേട്ടന് കൊടുക്കേണ്ട സാധനം കിട്ടിയില്ല ആർക്കും. എനിക്കൊന്നും കിട്ടണ മുന്നേ, അല്ലെ നമ്മുടെ ഇന്ത്യയിൽ ഒരുവിധം പ്ലേയേഴ്സിന് കിട്ടണ മുന്നേ അർജുന അവാർഡൊക്കെ സത്യേട്ടന് കൊടുക്കാം. അതെന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് കാരണം എത്രയും നല്ലൊരു പ്ലെയർ, ഇത്രയധികം ഇന്ത്യക്ക് വേണ്ടി ക്യാപ്റ്റൻസി ചെയ്തിട്ടുള്ള വേറെ പ്ലെയേഴ്സൊന്നും ഇല്ല. അതൊരു ആ നിമിഷങ്ങളൊക്കെ വിജയന്റെ മനസ്സിലുണ്ടല്ലോ അല്ലേ? തീർച്ചയായും ഏറ്റവും അധികം സത്യേട്ടൻ്റെ കൂടെ നടന്നത്. ഇന്ത്യൻ ടീമിൽ എപ്പോഴും ഞാൻ സത്യേട്ടൻ്റെ റൂംമേറ്റ് തന്നെ ആവലും. കേരള പോലീസ് കളിക്കുമ്പോൾ സത്യേട്ടൻ്റെ കൂടെ തന്നെയാണ് നടക്കലും. കാരണം സത്യേട്ടൻ, പിന്നെ ഞങ്ങൾ ടീമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് എനിക്ക് സത്യന് കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടാതെ പോയത്? അല്ലെങ്കിൽ അതാണ് ഞാനൊരു ഉദാഹരണം പറയാം. ഞാനും സത്യേട്ടനൊക്കെ ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോൾ, ഞാനത് കുറ്റമായിട്ടല്ല പറയണേ, ഞാൻ സത്യേട്ടൻ ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോൾ, നാഷണൽ സീനിയർ ടീമിൽ കളിക്കുമ്പോൾ ഷാഫ് സാറ് ഞാൻ സത്യേട്ടനൊക്കെ കളിക്കുമ്പോൾ, ബൈജുൻ ഗ്രേറ്റ് പ്ലെയറാണ്, അംഗീകരിച്ച ഇന്ത്യയുടെ ബെസ്റ്റ് പ്ലെയറാണ്, ബെസ്റ്റ് സ്ട്രൈക്കറാണ്. കുറേ ഞാൻ കളിച്ച എൻ്റെ ഒരു ബ്രദറാണ് ബൈജും കുട്ടിയ. അവൻ സ്കൂളിൽ നിന്ന് ടൂർ വന്നിട്ട് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുത്ത ആളാണ്. സ്കൂളിൽ നിന്ന് നമ്മൾ ടൂർ പോകുമ്പോൾ നമ്മൾ ഫുട്ബോൾ പ്ലെയർ ആരാധിച്ചുകൊണ്ടിരുന്നവരാണ് നിങ്ങൾ. അവന് അർജുന അവാർഡ് കിട്ടിയിട്ടാണ് എനിക്ക് അർജുന അവാർഡ് കിട്ടിയത്. അപ്പം പിന്നെ അതിൻ്റെ ഞാൻ ഒന്നും പറഞ്ഞു തരുന്നുണ്ടല്ലോ, ചേട്ടൻ മനസ്സിലാക്കാമെന്നുള്ളൂ. സത്യേട്ടനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഞാനായാലും, ഇപ്പോൾ ഞങ്ങളുടെ ആ റേഞ്ചുള്ള ഞാനായാലും ബൈജുനായാലും ബ്രൂണായാലും സുനിൽ ഛത്രി ആയാലും ആരായാലും ഈ കൊടുത്തവരൊക്കെ ഫസ്റ്റ് സത്യേട്ടന് കൊടുക്കാൻ 100 വട്ടം ഇതുള്ളതാണ്. വിജയൻ, ഇതിലൊക്കെ ഒരുപാട് ക്ലിക്കുകളും പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? എനിക്ക് അർജുന അവാർഡ് കിട്ടിയെന്ന് തരാൻ പറ്റാണ്ട് തന്നാണ്. കാരണം എന്നോട് ഇങ്ങനെ അപ്ലൈ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിൽ പിടിവാണോ നല്ല കിട്ടും. ഞാൻ പറഞ്ഞു എനിക്ക് പന്ത് കളിക്കാനേ അറിയുള്ളൂ, എനിക്ക് പിടിക്കാനേ അറിയില്ല. ഞാൻ മൊത്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവരും. നമുക്ക് കാല് കൊണ്ട് കളിക്കാൻ അറിയുള്ളൂ, കാല് പിടിക്കാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് തരാൻ പറ്റാത്ത കാരണം തന്നതാണ്. അതായത് യഥാർത്ഥത്തിൽ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് വിജയനെ അർജുന അവാർഡ് പരിഗണിച്ചത് അല്ലേ? തീർച്ചയായിട്ടും. ആ അവാർഡ് മേടിക്കുന്ന സമയത്തും
ഒരു നിർവികാരതയായിരിക്കും വിജയൻ ഉണ്ടാവും. ഇത് എത്രയോ മുമ്പ് എനിക്ക് കിട്ടേണ്ടതായിരുന്നു. അത് മനസ്സിൽ തോന്നിയിട്ടുള്ളൂ. ചേട്ടൻ പറഞ്ഞ കറക്റ്റായി, അവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. അതെന്തായാലും ഒരു ഫീലിങ്സ് ഉണ്ടാവില്ലേ. സത്യേട്ടൻ്റെ ഏറ്റവും വലിയ വിഷമമാണ്. സത്യേട്ടൻ എപ്പോഴും പറയുന്നത് ഒരു ഇപ്പോൾ എന്താ വെച്ചാലും ചോദിച്ചു കഴിഞ്ഞാൽ സത്യേട്ടന് കിട്ടേണ്ട അംഗീകാരം കറക്റ്റ് ടൈമിൽ കിട്ടാത്ത കാരണം കുറേ ഡിസപ്പോയിൻ്റ് അത് ആർക്കായാലും ഉണ്ടാവണതാണ്. സത്യൻ്റെ സത്യൻ്റെ പ്രതിസന്ധികളിലൊന്നും അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും അത് തന്നെ ഉണ്ടാവും, അതെന്തായാലും ഉണ്ടാവും. കാരണം ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിച്ചും കളിച്ചും എല്ലാവരായിട്ട് മിങ്കിൾ ചെയ്ത് പോകണം, നമുക്കത് അങ്ങോട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ സത്യേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ജെന്റിൽ, അതിൽ മാത്രം പാഷനായിരുന്നു. സത്യേട്ടൻ അങ്ങനത്തെ ഒരു റൂട്ടിൽ പോണ ആളാണ്. ഭയങ്കര നമ്മളോടൊക്കെ ഭയങ്കര ചിരിയും കളിയാണ്. ഒരാൾ ഒന്ന് പരിചയപ്പെടാൻ ചെല്ലാൻ കുറച്ച് പേടിയായി, ഫേസൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കും. എന്നാ കുട്ടിയുടെ മനസ്സാണ്, പരിചയപ്പെട്ടാലും അറിയുള്ളൂ കുട്ടിയുടെ മനസ്സാണ്. അപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വർത്താനം പറഞ്ഞില്ല, അങ്ങോട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും മനസ്സിലൊരു കുട്ടികളിയാണ്. മാക്സിമം നമ്മൾ അവരെ വെറുപ്പിക്കുക എന്നുള്ളതാണ്. ഭാര്യ പറയാറില്ലേ വിജയ കുട്ടികളി മാറിയിട്ടില്ല എന്ന് പറയാറില്ലേ? കുട്ടികളി മാറിയില്ല എന്ന് പറയാറുണ്ട് അവള്. ഭാര്യ പറയാറില്ലേ ഇപ്പോഴും? ഇടയ്ക്ക് ഇടയ്ക്ക് പറയാറുണ്ട്.